ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ലേൺ വിത്ത് സി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കാം എന്നുള്ളതാണ്. അതായത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കെങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ഒരു സെൻറ്റൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ നന്നായി ക്ലിയർ ആവാൻ വേണ്ടി ആ വീഡിയോ കൂടി കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ആദ്യം നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് ചോദ്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കാം. 3 കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ വിൽ, രണ്ടാമത്തേത് ഷാൾ, മൂന്നാമത്തേത് ഈസ് ഗോയിങ് ടു, ആം ഗോയിങ് ടു ഓർ ആർ ഗോയിങ് ടു. ഇവ 3ഉമാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇവ എവിടേക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് എക്സാമ്പിൾ സഹിതം പഠിക്കാം. അപ്പോൾ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ വരിക? ആദ്യം സബ്ജക്റ്റ് വരും അല്ലേ, അതിനുശേഷം വിൽ അല്ലെങ്കിൽ ഷാൾ അല്ലെങ്കിൽ ഈസ് ഗോയിങ് ടു, ആം ഗോയിങ് ടു, ആർ ഗോയിങ് ടു, ഇതിലേതെങ്കിലും ഒരെണ്ണം വരും. പിന്നെ വേർബ്, പിന്നെ ഒബ്ജക്റ്റ് വരും. ഇനി അതിൻ്റെ കൂടെ ടൈം ചേർക്കുന്നുണ്ടെങ്കിൽ ടൈം വരും, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ ഓർ ഈസ് ഗോയിങ് ടു ഓർ ആം ഗോയിങ് ടു ഓർ ആർ ഗോയിങ് ടു പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ടൈം. ഇങ്ങനെയാണ് നമ്മുടെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ കിടക്കുന്നത് അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ രണ്ടാമത്തെ വിൽ അല്ലെങ്കിൽ ഷാൾ അല്ലെങ്കിൽ ഈസ് ഗോയിങ് ടു, ആം ഗോയിങ് ടു, ആർ ഗോയിങ് ടു ഉണ്ടല്ലോ, ഇവേനെടുത്തിട്ട് ആദ്യത്തിലിട്ടാൽ മതി. അതായത് സബ്ജക്റ്റിന് മുമ്പിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ക്വസ്റ്റ്യൻ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് നോക്കുകയല്ലേ. നമുക്ക് വിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഉണ്ടാവാൻ നോക്കാം. അപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞതല്ലേ, ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് പറയുകയാണ് അടുത്ത ഇലക്ഷനിൽ നീ വോട്ട് ചെയ്യും എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു. എങ്ങനെയായിരിക്കും അയാളത് പറഞ്ഞിട്ടുണ്ടാവുക? നമ്മുടെ സ്ട്രക്ചർ പ്രകാരം യു വിൽ വോട്ട് ഇൻ ദ നെക്സ്റ്റ് ഇലക്ഷൻ എന്നായിരിക്കും അല്ലേ? യു വിൽ വോട്ട് ഇൻ ദ നെക്സ്റ്റ് ഇലക്ഷൻ. അപ്പോൾ അടുത്ത ഇലക്ഷനിൽ നീ വോട്ട് ചെയ്യോ എന്ന് മറ്റൊരാൾ നമ്മളോട് വന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണത് ചെയ്യുക? ആദ്യം പറഞ്ഞു നമ്മുടെ വില്ലിനെ എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നല്ലേ. അപ്പോൾ വില്ലിനെ എടുത്ത് നമ്മൾ ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ എന്തായി? വിൽ യു വോട്ട് ഇൻ ദ നെക്സ്റ്റ് ഇലക്ഷൻ, വിൽ യു വോട്ട് ഇൻ ദ നെക്സ്റ്റ് ഇലക്ഷൻ, അടുത്ത ഇലക്ഷനിൽ നീ വോട്ട് ചെയ്യോ എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അവൻ നാളെ ജിമ്മിൽ പോവുമോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്കിൽ അതെങ്ങനെയായിരിക്കും വരിക? ആദ്യം നമുക്ക് ആൻസർ എഴുതി നോക്കാം അല്ലേ. അവൻ നാളെ ജിമ്മിൽ പോവും എന്നെഴുതി നോക്കാം. നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലോ. അപ്പോൾ എങ്ങനെയായിരിക്കും വരിക? ഹീ വിൽ ഗോ ടു ദ ജിം ടുമോറോ എന്നാണ് വരിക അല്ലേ. ഹീ വിൽ ഗോ ടു ദ ജിം ടുമോറോ. ഇനി പോവോ നാക്കാനായിട്ട് ഇത് ക്വസ്റ്റ്യൻ ആക്കി കഴിഞ്ഞാൽ അതെങ്ങനെ വരും? ആ വില്ലെടുത്തിട്ട് നമ്മൾ മുന്നിലോട്ട് ഇട്ട് കൊടുക്കും അല്ലേ. വിൽ ഹി ഗോ ടു ദ ജിം ടുമോറോ? അവൻ നാളെ ജിമ്മിൽ പോവോ? വിൽ ഹി ഗോ ടു ദ ജിം ടുമോറോ? അവൻ നാളെ ജിമ്മിൽ പോവോ എന്നാക്കിയിട്ട് നമുക്ക് മാറ്റാം. നാളെ വെയിലായിരിക്കുമോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്കിൽ എങ്ങനെയാണ് അപ്പോൾ നമ്മൾ എഴുതുക? നാളെ വെയിലായിരിക്കും എന്ന് നമ്മൾ എങ്ങനെയാണ് പറയുക? ഇറ്റ് വിൽ ബി സണ്ണി ടുമോറോ, ഇറ്റ് വിൽ ബി സണ്ണി ടുമോറോ. അപ്പോൾ നാളെ വെയിൽ ആയിരിക്കുമോ എന്നാണെങ്കിൽ വില്ലിനെ എടുത്ത് ആദ്യത്തിലോട്ട് ഇടുക. അപ്പോൾ വിൽ ഇറ്റ് ബി സണ്ണി ടുമോറോ, വിൽ ഇറ്റ് ബി സണ്ണി ടുമോറോ അല്ലേ. അങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. ഇനി അടുത്ത എക്സാമ്പിൾ എല്ലാവരും ഇടയ്ക്കിടെ കേട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. നീ എന്നെ കല്യാണം കഴിക്കുമോ? ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേട്ടിട്ടുണ്ട് അല്ലേ. എങ്ങനെയാണ് അത് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാം? വിൽ യു മാരി മീ, വിൽ യു മാരി മീ. നീ എന്നെ കല്യാണം കഴിക്കുമോ എന്ന് അല്ലേ. നീ എന്നെ കല്യാണം കഴിക്കും എന്നാണെങ്കിലോ യു വിൽ മാരി മീ ആവൂല്ലേ. അപ്പോൾ ചെറിയൊരു ചേഞ്ചേ വരുന്നുള്ളൂ. വില്ലിനെ നമ്മൾ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. വിൽ യു മാരി മീ, നീ എന്നെ കല്യാണം കഴിക്കുമോ? യു വിൽ മാരി മീ, നീ എന്നെ കല്യാണം കഴിക്കും. വിൽ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതുപോലെ തന്നെയാണ് ഷാൾ ഉപയോഗിച്ചിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. പക്ഷേ ഷാൾ നമ്മൾ ഏതിൻ്റെയൊക്കെ കൂടി ഉപയോഗിക്കുള്ളൂ? ഐ, യു, വി, ഈ 3 സബ്ജക്റ്റിൻ്റെ കൂടെ മാത്രമാണ് ഷാൾ ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുള്ളൂ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാൾ ഒരു ഓൾഡ് യൂസേജാണ്, അധികാരം അങ്ങനെ ഉപയോഗിക്കുന്നില്ല, ഉപയോഗിച്ചാലും തെറ്റൊന്നുമില്ല എന്നുള്ളതല്ലേ. പക്ഷേ അത് എവിടെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ? ഐ, യു, വി, ഈ 3 സബ്ജക്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസിൽ മാത്രമേ എന്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ? ഷാൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ.
നമുക്ക് ഈസ് ഗോയിങ് ടു, ആം ഗോയിങ് ടു, ആർ ഗോയിങ് ടു ഇവ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്നുള്ളത് പഠിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈസ് ഗോയിങ് ടു എന്തിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുക? സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ഈസ് ഗോയിങ് ടു. ഹി, ഷീ അല്ലെങ്കിൽ നെയിംസ് ഇതിൻ്റെയൊക്കെ കൂടെയാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആം ഗോയിങ് ടു ആണെങ്കിലോ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ കൂടെ മാത്രമാണ് ആം ഗോയിങ് ടു സെൻറ്റൻസിലാണെങ്കിലും ക്വസ്റ്റ്യനിലാണെങ്കിലും ഉപയോഗിക്കുള്ളൂ. ഇനി ആർ ഗോയിങ് ടു ആണെങ്കിലോ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുക. ദേ, വി, സ്റ്റുഡൻസ് എന്നൊക്കെ പറയുന്ന പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ ആർ ഗോയിങ് ടു ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ വില്ലിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ആർ ഗോയിങ് ടു, ഈസ് ഗോയിങ് ടു, ആം ഗോയിങ് ടു ഒക്കെ ഫ്രണ്ടിലിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി ക്വസ്റ്റ്യൻ ആയിട്ട് മാറുന്നുണ്ട് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ. നമുക്ക് എന്തായാലും എക്സാമ്പിൾസ് വെച്ചിട്ട് പഠിക്കാം. നീ നിൻ്റെ കാറ് വിൽക്കാൻ പോവുകയാണ്, നീ നിൻ്റെ കാറ് വിൽക്കാൻ പോവുകയാണ് എന്നാണ് നമ്മുടെ സെൻറ്റൻസ് എങ്കിൽ എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? യു ആർ ഗോയിങ് ടു സെൽ യുവർ കാർ എന്നല്ലേ? യു ആർ ഗോയിങ് ടു സെൽ യുവർ കാർ, നീ നിൻ്റെ കാറ് വിൽക്കാൻ പോവുകയാണ്. അപ്പോൾ നീ നിൻ്റെ കാറ് വിൽക്കാൻ പോവുകയാണോ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ എന്ത് വരും? ആർ യു ഗോയിങ് ടു സെൽ യുവർ കാർ എന്നായിട്ട് മാറും. എന്തായിട്ട് മാറും? ആർ യു ഗോയിങ് ടു സെൽ യുവർ കാർ, നീ നിൻ്റെ കാറ് വിൽക്കാൻ പോവുകയാണോ എന്നാണ് നമ്മൾ ചോദിക്കുക. ആർ വെച്ചിട്ട് വേറൊരു എക്സാമ്പിൾ നോക്കാം. ആർ യു ഗോയിങ് ടു ഡ്രൈവ് ദ കാർ, നീ കാർ ഓടിക്കാൻ പോവുകയാണോ? ആർ യു ഗോയിങ് ടു ഡ്രൈവ് ദ കാർ, നീ കാർ ഓടിക്കാൻ പോവുകയാണോ എന്നുള്ളത്. യു ആർ ഗോയിങ് ടു ഡ്രൈവ് ദ കാർ എന്നാണെങ്കിലോ നീ കാർ ഓടിക്കാൻ പോവുകയാണ് എന്നല്ലേ. അപ്പോൾ ആർ യു ഗോയിങ് ടു ഡ്രൈവ് ദ കാർ എന്ന് പറഞ്ഞാൽ നീ കാർ ഓടിക്കാൻ പോവുകയാണോ എന്നുള്ളതാണ്. ഇനി അടുത്തത് ഈസ് ഗോയിങ് ടു ഉപയോഗിച്ചിട്ടുള്ളത് നോക്കാം. ഹി ഈസ് ഗോയിങ് ടു സെൽ ഹിസ് കാർ, അവൻ അവൻ്റെ കാറ് വിൽക്കാൻ പോവുകയാണ്. ഹി ഈസ് ഗോയിങ് ടു സെൽ ഹിസ് കാർ, അവൻ അവൻ്റെ കാറ് വിൽക്കാനായിട്ട് പോവുകയാണ് അല്ലേ. അപ്പോൾ അത് അവൻ അവൻ്റെ കാറ് വിൽക്കാൻ പോവുകയാണോ എന്ന് ക്വസ്റ്റ്യൻ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈസ് ഹി ഗോയിങ് ടു സെൽ ഹിസ് കാർ എന്ന് ചോദിക്കണം അല്ലേ. ഈസ് ഹി ഗോയിങ് ടു സെൽ ഹിസ് കാർ, അവൻ അവൻ്റെ കാറ് വിൽക്കാൻ പോവുകയാണോ എന്ന് നമുക്ക് ചോദിക്കാം. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ആരാണ് ഈ ഗെയിം ജയിക്കാൻ പോകുന്നത്? ആരാണ് ഈ ഗെയിം ജയിക്കാൻ പോകുന്നത്? ഒരാൾ എന്തായാലും ജയിക്കും അല്ലേ. അപ്പോൾ ആരാണ് ഈ ഗെയിം ജയിക്കാൻ പോകുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്കിൽ എങ്ങനെയാണ് അത് വരിക? ഹു ഈസ് ഗോയിങ് ടു വിൻ ദിസ് ഗെയിം, ഹു ഈസ് ഗോയിങ് ടു വിൻ ദിസ് ഗെയിം, ആരാണ് ഈ ഗെയിം ജയിക്കാൻ പോകുന്നത് എന്ന് ഇങ്ങനെയാണ് ചോദിക്കുക. അപ്പോൾ ഈസ് ഹി ഗോയിങ് ടു ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലായല്ലോ. അടുത്തതായിട്ട് ആം ഗോയിങ് ടു ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ഞാൻ മരിക്കാൻ പോവുകയാണ്, ഞാൻ മരിക്കാൻ പോവുകയാണ് എന്നാണ് നമ്മുടെ സെൻറ്റൻസ് എങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ എഴുതുക? ഐ ആം ഗോയിങ് ടു ഡൈ അല്ലേ. ഐ ആം ഗോയിങ് ടു ഡൈ അല്ലെങ്കിൽ ഐ വിൽ ഡൈ. ഐ വിൽ ഡൈ എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കും, അല്ലെങ്കിൽ ഐ ആം ഗോയിങ് ടു ഡൈ എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന് അല്ലേ. അപ്പോൾ ഐ ആം ഗോയിങ് ടു ഡൈ, ഞാൻ മരിക്കാൻ പോവുകയാണോ എന്നാണ് നമ്മുടെ ചോദ്യമെങ്കിൽ എങ്ങനെ വരും? ആം ഫസ്റ്റിൽ ഇട്ട് കൊടുക്കാം. ആം ഐ ഗോയിങ് ടു ഡൈ, ആം ഐ ഗോയിങ് ടു ഡൈ, ഞാൻ മരിക്കാൻ പോവുകയാണോ? ആം ഐ ഗോയിങ് ടു ഡൈ എന്ന് ചോദിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഈസ് ഗോയിങ് ടു, ആം ഗോയിങ് ടു, ആർ ഗോയിങ് ടു ഉപയോഗിച്ചുകൊണ്ട് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. ഇനി നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഏതൊക്കെയായിരുന്നു സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ്? വിൽ ഉപയോഗിക്കാം, ഷാൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈസ് ഗോയിങ് ടു ഉപയോഗിക്കാം, ആം ഗോയിങ് ടു ഉപയോഗിക്കാം, ആർ ഗോയിങ് ടു ഉപയോഗിക്കാം അല്ലേ. ഇനി ഇത് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്? നമ്മുടെ ക്വസ്റ്റ്യൻ്റെ തുടക്കത്തിലാണ് ഉപയോഗിക്കേണ്ടത്. നമ്മുടെ സബ്ജക്റ്റിൻ്റെ മുമ്പിലായിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത് അല്ലേ. അപ്പോൾ എല്ലാവർക്കും സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഹോംവർക്ക്, നിങ്ങൾ ഈ വീഡിയോ നന്നായി കേൾക്കുക, കേട്ടിട്ട് ഇതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് വായിച്ചിട്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങളെ കൊണ്ട് ആവുന്ന അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന സാഹചര്യങ്ങളിലൊക്കെ ഈ കാര്യം സംസാരിക്കുക, ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഇംഗ്ലീഷിൽ ചോദിക്കാം. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. വീഡിയോ കണ്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.